ഹലോ നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. പക്ഷെ ഇപ്പോഴും പലരും എന്നെ വിളിക്കുമ്പോഴാണെങ്കിലും ഞാൻ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണെങ്കിലും എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, സത്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചിലരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴാണെങ്കിലും അവര് അത് ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഇതിലൊരു വീഡിയോ ചെയ്യണം, ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 7-ാം തീയതി, ജൂലൈ 7-ാം തീയതി വന്നൊരു ന്യൂസ് ആണ്. അത് വേറെ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ വന്നൊരു ന്യൂസ് അല്ല, ഇവൻ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വന്ന ന്യൂസ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകളെല്ലാം വിശ്വസിക്കുന്നത്. ആളുകളെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ജെന്യൂൻ ആയിട്ടുള്ള മീഡിയകൾ, നമ്മൾ വിശ്വസിക്കുന്ന മീഡിയയിൽ പോലും ചില സമയത്ത് തെറ്റിദ്ധരിക്കുന്ന വാർത്തകൾ വരാം. അപ്പൊ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. അപ്പൊ ഞാൻ ഇതിനെ പറ്റി പറഞ്ഞു വന്നത്, 23 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ദുബായില് ഒരു ഗോൾഡൻ വിസ കിട്ടും എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോ അത് എല്ലാവരും സന്തോഷിച്ച ഒരു കാര്യമാണ് അല്ലെ. അത് കിട്ടുകയാണെങ്കിൽ നല്ലതുമാണ്. കാരണം ദുബായ് നമുക്കറിയാം, ഒരു മണലായിരുന്ന സ്ഥലത്ത്, മരുഭൂമിയായിരുന്ന സ്ഥലത്ത് ഇപ്പോ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സ്വപ്ന നഗരമാണ് ഇപ്പൊ തന്നെ. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഓർത്ത് കഴിഞ്ഞാൽ ഞെട്ടിപ്പോ. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു നഗരമായ ഈ സ്ഥലത്ത് ഇതുപോലെ ലൈഫ് ടൈം റെസിഡൻസി കിട്ടുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ദുബായ് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ ആകെ നമുക്ക് കിട്ടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻസി നമുക്ക് കിട്ടുന്നില്ല, അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്കൊരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്കയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് PR-ഉം റെസിഡൻസിയും ഒക്കെ കിട്ടുന്നുണ്ട്. അതാണ് കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകാനുള്ള അട്രാക്ട് ചെയ്യുന്നത്. എങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദുബായിൽ സെറ്റിൽ ആഗ്രഹമുള്ളത്. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ശരി, ഇപ്പൊ നാട്ടിലുള്ളവർക്ക് ശരി, യൂറോപ്പിലുള്ളവരാണെങ്കിലും ഒക്കെ ശരി, അവരൊക്കെ ആഗ്രഹിച്ചു ഇത് കിട്ടുവാണെങ്കിൽ എന്തായാലും 23 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കണം. കാരണം 23 ലക്ഷം എന്ന് പറഞ്ഞാൽ പലർക്കും അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല ഇപ്പോഴത്തെ കാലത്ത്. അതും ഗോൾഡൻ വിസ കിട്ടാനായിട്ട്. കാരണം ഗോൾഡൻ വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10 ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് അത് തരുന്നത്. അതിൽ നമുക്ക് ഫാമിലിനെ സ്പോൺസർ ചെയ്യാം, നമുക്ക് മെയ്ഡ്സ് ഉണ്ടെങ്കിൽ അതിനെ സ്പോൺസർ ചെയ്യാം, ഡ്രൈവേഴ്സിനെ സ്പോൺസർ ചെയ്യാം. പിന്നെ ഇപ്പൊ ഉള്ളൊരു വിസ വെച്ചിട്ട് നമുക്ക് 6 മാസത്തിൽ കൂടുതൽ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. വേറെ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് മുന്നേ തന്നെ നമ്മൾ തിരിച്ചു വരണം. പക്ഷെ ഇതാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം, ഇഷ്ടമുള്ളപ്പോൾ വരാം. അങ്ങനെ ട്രാവൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജോബിലും കയറാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതിലേറെ ബെനിഫിറ്റ്സും ആണ് ഒരാൾക്ക് ഗോൾഡൻ വിസ ഉണ്ടെങ്കിൽ കിട്ടാം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഗോൾഡൻ വിസ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് അല്ലാതെ കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ നമ്മളൊരു പ്രോപ്പർട്ടി 2 million എബോ ഉള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഫുൾ എമൗണ്ട് കൊടുക്കണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷനും ഉണ്ട്. എല്ലാവർക്കും അത് ഈസിലി കിട്ടുന്ന ഒരു കാര്യമല്ല. അവിടെയാണ് വെറും ഹാർട്ട് ദർഹംസ് 23 ലക്ഷത്തിന് നമുക്ക് ഇത്രയും വലിയൊരു ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ന്യൂസ് എന്തായാലും വൈറലായിട്ട് പോകുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇത് പലരിലും എത്തിയിട്ടുണ്ട്. രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UAE തന്നെയുള്ള ഒരു വലിയ ഗ്രൂപ്പാണ്, അവരുടെ അണ്ടറിലാണ് ഈ ഗോൾഡൻ വിസ എല്ലാം എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് ന്യൂസ് വന്നത്. അപ്പൊ ആദ്യം ഇനീഷ്യൽ ഫേസിൽ ഇന്ത്യൻസിനും ബംഗ്ലാദേശീസിനാണ് കൊടുക്കുന്നത്. ഒരു 5,000 ഇന്ത്യൻസിന് വിത്തിൻ 3 months ഗോൾഡൻ വിസ കൊടുക്കുന്നു. അതിന് കുറച്ച് ക്രൈറ്റീരിയ അവർ പറഞ്ഞിരുന്നത്, നമ്മുടെ ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ക്രിമിനൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൂടാ. പിന്നെ ആന്റി മണി ലോണ്ടറിങ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കും. സോഷ്യൽ മീഡിയ ബിഹേവിയർ എങ്ങനെയാ നോക്കും. അതിപ്പോ UAE അങ്ങനെ അല്ലാട്ടോ. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങൾ ഏത് കൺട്രീസിൽ അവിടെ PR-ലും റെസിഡൻസിക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി ഈ സോഷ്യൽ മീഡിയ ബിഹേവിയർ ഒക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ എന്തെങ്കിലും ബിഹേവ് ചെയ്യുന്നത്, ഇതിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെ വൃത്തിയായിട്ട് തന്നെ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ UAE-യിലേക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ്, പല ഫീൽഡുകളുണ്ട്, കൾച്ചർ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനും വളരെ ഈസിയാണ്. നമുക്ക് ദുബായിൽ വന്ന് ഒന്നും ബുദ്ധിമുട്ടുണ്ടോ. എവിടെയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലാണെങ്കിൽ അവിടെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോൾ സെന്റേഴ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ 23 ലക്ഷം രൂപ കൊടുക്കാം, നമുക്ക് ഗോൾഡൻ വിസ കിട്ടാം. ഇതെല്ലാം കേൾക്കുമ്പോൾ ആരാണ് സന്തോഷിക്കാത്തത്? ഇല്ലാത്ത ഒരാൾ പോലും കാശുണ്ടാക്കിയിട്ട് 23 ലക്ഷം രൂപ കൊടുത്ത് ഈ സംഭവം മേടിക്കും. പക്ഷെ നമ്മുടെ ഈ സന്തോഷം അധിക നാള് നിന്നില്ല. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ICP, UAE-ലെ ICP എന്ന് പറഞ്ഞ ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റം ആൻഡ് പോർട്ട് സെക്യൂരിറ്റി. അപ്പൊ ഇവരാണ് നമുക്ക് എംബാസി ആയിട്ട് തെരഞ്ഞെടുത്തും വിസ റിന്യൂവൽ, ക്യാൻസലേഷൻ ഒക്കെ നടത്തുന്നത് ഇവരുടെ അണ്ടറിലാണ്. അപ്പോ ഇവരെന്നെ വന്നിട്ട് പറഞ്ഞു, മക്കളെ മതി സന്വേഷിച്ചത്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോ ഇത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണെന്ന് ഇവർ അനൗൺസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവരാണെങ്കിലും ഇവിടുത്തെ വലിയൊരു മാത്രമാണ് കലീഷിലാണ്. അതിൽ വന്നിട്ട് അവരോട് അപ്പോളജീസ് ഒക്കെ പറഞ്ഞു, കൺഫ്യൂഷൻ ഉണ്ടായി, ഞങ്ങളെന്താ ഈ ഗവൺമെന്റ് ആണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ് അല്ലെ. അപ്പൊ അത് നല്ല ഇൻഫർമേഷൻസ് വരുന്നുണ്ട്, ജെന്യൂൻ ആണെന്ന് വിചാരിക്കുന്നതിൽ പോലും ചിലപ്പോൾ ഇതുപോലത്തെ ഫേക്ക് ഇൻഫർമേഷൻസ് വരും. അപ്പൊ ഇനീഷ്യലി ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അത് 100% അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ചെറിയ ഫോളോ
സ്റ്റെപ്പ് ഒക്കെ എടുക്കണം. കാരണം ഈ ന്യൂസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഉള്ളതാണല്ലോ, നമുക്ക് ഇവിടുത്തെ കറണ്ട് മാർക്കറ്റും ഋതുവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മളൊക്കെ അറിയാം. അപ്പൊ തന്നെ നമുക്ക് തോന്നിയായിരുന്നു ഇതൊരിക്കലും ശരിയാകാൻ ചാൻസ് ഇല്ല. കാരണം UAE ഗവൺമെന്റിന്റെ അടുത്ത് നിന്നല്ല ഈ ന്യൂസ് വന്നിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ നടന്ന വലിയ പത്രങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ അതിനെപ്പറ്റി ക്ഷമയോടുകൂടി ഒന്ന് നോക്കിയിട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാം. കാരണം ഞങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്, നമ്മൾ ആരും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തില്ല. പിന്നീട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്, ഇതിലൊരു സത്യം ഇല്ല എന്ന് മനസ്സിലായി. അപ്പോ ഗോൾഡൻ വിസ അല്ലെങ്കിൽ ബാക്കി വിസ, ദുബായിലുള്ള പല വിസകളെ പറ്റി ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഇൻഫർമേഷൻ ഇതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്കും കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രചോദനം ആവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.